സമസ്തയെക്കുറിച്ച് സന്ദീപ് വാര്യർ. ആത്മീയ രംഗത്ത് സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന സംഘടനയാണ് സമസ്ത. സമസ്തയുടെ സംഭാവനകൾ കേരളത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം. കേരളത്തെ നയിക്കുന്ന പ്രകാശഗോപുരങ്ങളാണ് സാദിഖലി തങ്ങളും ജിഫ്രി തങ്ങളും. പണ്ഡിത ശ്രേഷ്ഠനായ ജിഫ്രി തങ്ങളോട് അങ്ങേയറ്റം ആദരവാണ് ഉള്ളതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അത് കേരളത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഇനിയുള്ള കാലം നമ്മുടെ സമൂഹത്തിൽ മതേതരത്വവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഐക്യവും ശക്തിപ്പെടുത്താനുള്ള പരിപാടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ അതാണ് തങ്ങളും അതാണ് പറഞ്ഞത്. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഞാൻ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവരും ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് വളരെ അമൂല്യമായിട്ടുള്ള ഒരു പ്രതി എൻ്റെ കലക്ഷൻ ഉണ്ടായിരുന്നത് ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി. അത് ഈ സന്ദർഭത്തിൽ തങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ നൗഷാദ് സാഹിബിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് തീർച്ചയായിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പൗരന്മാരും തീർച്ചയായിട്ടും പിന്തുടരേണ്ട നമ്മുടെ ഭരണഘടന. അതാണല്ലോ, ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. പലപ്പോഴും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രാജ്യത്തുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു നിലപാട്, ആ കോൺഗ്രസിൻ്റെ നിലപാട് കൂടിയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം, തുല്യത അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും എൻ്റെ നിലപാട് ഇന്ത്യൻ ഭരണഘടനയ്ക്കൊപ്പമാണ് എന്നുള്ള എൻ്റെ വിനീതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം, അതിൻ്റെ സന്ദേശം കൂടിയാണ്. താങ്കൾ പാണക്കാട് വന്നതിന് ശേഷമാണ് പാണക്കാട് തങ്ങൾക്കും പാണക്കാട് തങ്ങന്മാർക്കും ഒക്കെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തങ്ങളും പറഞ്ഞു വിവാദത്തിണ്ടാക്കാണ്. നിങ്ങൾക്കും വിവാദമായിരിക്കും ആവശ്യം, ഞങ്ങൾക്ക് എന്തായാലും വിവാദത്തിന്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അപ്പോൾ പോലും ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കമായി അത് വിലയിരുത്തപ്പെടില്ല. ഞാൻ നോക്കും, നിങ്ങൾ എന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കാത്ത ഞാൻ BJP നേരത്തെയുള്ള സമയത്തും ഞാൻ കേരളത്തിലെ വിവിധ സാമൂഹിക മേഖലകളിൽ യാത്ര ചെയ്യുകയും ഇതുപോലെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തുകയും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും അവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത് എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ പലപ്പോഴും BJP നേതാക്കന്മാരുടെ സാധാരണ ആളുകളുടെ ലിസ്റ്റിൽ പലപ്പോഴും അവർ പോകാത്തതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ശ്രീധരൻപിള്ള സാറിനെ പോലെ ആളുകൾ പോകാറുണ്ടല്ലോ, എനിക്കറിയാം. എന്നേക്കാൾ യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ ശ്രീധരൻപിള്ള സാർ. ഞാൻ വളരെ എൻ്റെ ചെറിയ ഒരു പ്രായത്തിനൊക്കെ ഇത്തരം വലിയ മഹാന്മാരുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നല്ല കാര്യം. എൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ച ഏറ്റവും നല്ല കാര്യം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ തങ്ങളെ കാണാൻ പറ്റി, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാൻ പറ്റി എന്നത് ഏറ്റവും വലിയ കാര്യം. ഇനിയുള്ള മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോൾ തങ്ങൾ സമസ്ത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വലിയൊരു സംഘടനയാണ്, മതന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ സംഘടനയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതത്തിലുമൊക്കെ അദ്ദേഹത്തെ കൂടി കൂട്ടിയോജിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമില്ലല്ലോ, നിങ്ങൾ അങ്ങനെ പറയരുത്. അദ്ദേഹം ഈ കേരളത്തിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതവിദ്യാഭ്യാസ സംഘടനയുടെ, ഒരു ആത്മീയ സംഘടനയുടെ പ്രകാശഗോപുരമായിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങൾ കേവലം കക്ഷി രാഷ്ട്രീയമായി കൂട്ടിച്ചേർത്ത് കാണരുത്. അങ്ങനെയുള്ള വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ സംസ്ഥയെ കൊണ്ടുപോകുന്നത് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഒരു സന്ദർശനം കാരണം അങ്ങനെ പോകാൻ പാടില്ല. ഞാൻ കൃത്യമായി പറയുന്നത് ഇതൊരു മതേതരത്വം ഉയർത്തിപ്പിടിക്കാനുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. നിങ്ങൾ അങ്ങനെ കാണാവുള്ളൂ. അതിലപ്പുറത്തേക്കൊരു കാര്യത്തിൽ ഇത് കൊണ്ടുപോകരുത്. അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അത് ഗുണകരമായിട്ട് വരും. സാദിഖലി ശിഹാബ് കണ്ടതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച. നോക്കൂ, നമ്മൾ കേരളത്തിലെ ഈ ഒരു വിവിധ സോഷ്യൽ സെഗ്മെന്റുകളിലെ കേരളത്തെ നയിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. വലിയ പ്രകാശഗോപുരങ്ങളാണ്. അത്തരം ആളുകളെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക്, പുതിയ തലമുറയിൽ രാഷ്ട്രീയക്കാരിലേക്ക് അവരെ അതെ അവർ അനുഗ്രഹം വാങ്ങുക എന്നൊക്കെ പറയുന്നത് അത് നല്ല കാര്യമാണ്. മുഖ്യമന്ത്രി സന്തോഷിക്കണം. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ നല്ലൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇത്തരം കൂടിക്കാഴ്ചകൾ, പ്രത്യേകിച്ച് മതനിരപേക്ഷതയുടെ, മതേതരത്വത്തിൻ്റെ, സാമൂഹിക സമരസതയുടെ ഒക്കെ സന്ദേശം പുറം ലോകത്തേക്ക് കൊടുക്കുന്ന ഇത്തരം കൂടികൾ നാടിന് എന്തുകൊണ്ടും ഗുണമാണ്. ജനങ്ങളും മതേതരത്വത്തിന് വേണ്ടി അണിഞ്ഞു സന്ദേശം കൊടുക്കുന്നത് മുഖ്യമന്ത്രി അടക്കം ഏറ്റവും സന്തോഷിച്ചതിനെ സ്വാഗതം ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.